ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. ഇപ്പം നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടണം, നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് ഇപ്പോൾ ഈ സാക്ഷിയൊക്കെ ആൾക്കാർ പറയണില്ലേ, അതെല്ലാം അറിവാണ്, ജ്ഞാനമല്ല. എന്തിനു വേണ്ടിയാണ് അവർക്ക് ആ സൗഖ്യം കൊടുത്തത് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അവരാധ്യാത്മികമായിട്ട് വളർന്നാൽ മാത്രമേ അവർക്ക് ആ സാക്ഷ്യത്തിൻ്റെ ജ്ഞാനം കിട്ടത്തുള്ളൂ. ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അജയ് തോമസ്, കോട്ടയം. അജയ് തോമസ് നല്ല സാക്ഷ്യം കേട്ടോ. നല്ല സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് തോമസ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്പാണ്. അയാൾക്ക് IIT പഠിക്കുന്ന ആൾ, ബോംബെ IIT പഠിക്കുകയാണ്. അജയ് തോമസ് പറഞ്ഞത്, എനിക്കിപ്പോഴും 32 വയസ്സുണ്ട് അല്ലേ, എനിക്ക് 32 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശം എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു. അപ്പോഴെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 6 വർഷം എടുക്കും. അത് IIT-യിൽ IIT അല്ലേ, IIT എന്ന് പറയണത് നമുക്ക് ഇപ്പോൾ IAS അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ, IFS ഫോറസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, IAM അതുപോലെ തന്നെ IAM എന്ന് പറയണത് ഈ ഫൈനാൻസ്, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ. അതുപോലെ ആണ് ഈ IIT ടെക്നിക്കലായിട്ട്, ഇന്ത്യൻ ടെക്നിക്കൽ ലാസ്റ്റ് വാക്കാണ് ഇതൊക്കെ. അപ്പോൾ IIT പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കണ അയാൾക്ക് അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ PhD ചെയ്യുമ്പോൾ 6 വർഷമാകും. അപ്പോഴും 32 വയസ്സ് ഇപ്പോൾ ഉണ്ട്. 32, 6, 38. ഞങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ 40 വയസ്സാകും എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞെന്ന് ആ പുള്ളിക്കാരെ ഇന്നലെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണല്ലോ, കറക്റ്റാണല്ലോ. അപ്പോൾ അയാൾ കർത്താവിനോട് ചോദിച്ചത്, കർത്താവേ, എനിക്കിപ്പോൾ 38 വയസ്സുണ്ടോ, ഇനിയിപ്പോൾ ഞാൻ PhD കഴിയുമ്പോഴേ 38 ജോലി കിട്ടുമ്പോൾ 40 ആകും, അപ്പോൾ എനിക്കൊരു ജീവിതമില്ലേ എന്നാണ് ചോദിച്ചത്. ഇതാണ് ചോദ്യം, കൃത്യമല്ലേ? അയാളുടെ ചോദ്യം കറക്റ്റല്ലേ? അപ്പോഴേ എന്താ പ്രോബ്ലം വെച്ചാൽ ഇവിടെ എന്താ പറയണത്? ഇവിടെ പറയണത് കൊളോസ്യസ് 3:2-3 എന്താ പറയണത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോഴേ നീ എങ്ങനെ രക്ഷപ്പെടണം? ഇപ്പം അജയ് തോമസ് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ഹൗ ടു ഗെറ്റഡ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് അവനൊരു കല്യാണം കഴിക്കണം, ജോലിയും കിട്ടണമെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? അതിന് ജ്ഞാനം വേണം. അതിന് എന്ത് ചെയ്യണം? ക്രിസ്തുവിലാണ് അത് ഒളിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം മെക്കാനിസം ഓഫ് ദി കവനന്റ് പ്രെയറാണ്. ഒരു ഉടമ്പടിയിൽ എന്താണ് ആന്തരികമായി സംഭവിക്കുന്നത്? നമ്മളെ ഭക്ഷണം കഴിക്കുന്നവരിങ്ങനെ വീർത്ത് വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ മെറ്റബോളിസം എന്താണെന്ന് നോക്കുകയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്കത് നടപ്പിൽ വരുത്താൻ പറ്റും ശാസ്ത്രീയമായിട്ട്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ഇല്ല. അതാണ് അയാൾ പറയണത്. ഞാൻ 40 വയസ്സ് വരെ ഇനി കാത്തിരിക്കണോ? അപ്പോൾ എൻ്റെ ജീവിതം എന്ത് ചെയ്യും ഇങ്ങനെ പോയത്? അപ്പോഴേ കർത്താവിനോട് ഞാൻ നേരിട്ട് ചോദിച്ചു. എന്താ പറഞ്ഞു? കർത്താവേ, ഇനി 6 വർഷം കൂടി ഞാൻ പഠിച്ചൊക്കെ വരുമ്പോൾ, പിന്നെ ഒരു കല്യാണം കഴിച്ച് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി വരുമ്പോൾ എത്ര കാലമാകും? അപ്പോൾ ജീവിതത്തിൻ്റെ പകുതി പോവും. 80 വയസ്സ് വരെയാണ് ജീവിതം എന്നുണ്ടെങ്കിലേ പിന്നെ 80 വയസ്സല്ലേ ഉള്ളു. അപ്പോൾ കല്യാണം കഴിച്ചാൽ അവന് 60 വയസ്സാകുമ്പോൾ പിള്ളേർക്ക് വല്ലതും 10-18 വയസ്സാകത്തുള്ളൂ. ഈ 18 വയസ്സുള്ളവന് 60 വയസ്സുള്ള അപ്പനെയൊക്കെ അത് ആര് മൈൻഡ് ചെയ്യാനാണ്? വല്ല രക്ഷമുണ്ട്? ഇപ്പം തന്നെ പിള്ളേർക്ക് അമ്മമാരെ പിടിക്കാൻ നടക്കും. ഇപ്പം തന്നെ പിള്ളേർ പറഞ്ഞ് അമ്മയുടെ ഉടുപ്പ് ഷാബിയാണെങ്കിൽ PTA മീറ്റിങ്ങിന് വരണ്ടെന്ന് 6 വയസ്സുള്ള കക്ഷികളൊക്കെ പറയണ കേൾക്കുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് അത്ര നിസ്സാരമല്ല ഈ വിഷയം വളരെ സീരിയസാണ്. അപ്പോൾ അയാൾ കർത്താവിനോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത്, ഈ ദൈവത്തോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് ഈസിയുമാണ്, പക്ഷേ എന്നാൽ പാടുമാണ്. കുറച്ച് ആധികാരികത വേണം നമുക്കങ്ങനെ സംസാരിക്കണമെങ്കിൽ. വെച്ചാൽ റിലേഷൻസ് ബേസ്ഡാണ്. ഇപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കും. ചില ആൾക്കാർ ഓഫീസ് ത്രൂ ആണ് വരണത്. അതെന്താ കാര്യം? അവരെ ചിലപ്പോൾ ഞാനുമായിട്ട് റിലേഷൻ ബേസ് ആയിരിക്കും. എൻ്റെ അടുത്ത് വരുന്നത് ആരാണ്? ഞാൻ ഏൽപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ശുശ്രൂഷകരായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത്. ഇതുപോലെ ദൈവമായിട്ട് ദൈവത്തിൻ്റെ എന്തെങ്കിലും ശുശ്രൂഷ നീ ചെയ്യുന്നുണ്ടോ? അതൊരു സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ എന്തെങ്കിലും ശുശ്രൂഷ നമുക്ക് അധികാരം വേണ്ടേ? കർത്താവിൻ്റെ അടുത്ത് വരാൻ അധികാരം വേണ്ടേ?
നിങ്ങളെ പിള്ളേരെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ വീട് വെച്ച് താമസിച്ച് പോകുന്നുണ്ട്, ഇങ്ങനെ അതൊക്കെ എല്ലാ മനുഷ്യർക്കും ചെയ്യണതാണ്. ദൈവവും അതൊക്കെ ദുഷ്ടന്മാർക്ക് വേണ്ടി പോലും ഞാൻ മഴ പെയ്ക്കുമോ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കഥയില്ലെന്ന് എൻ്റെ അർത്ഥം. നിൻ്റെ ഈ സാധാരണ നീ ജീവിതം ജീവിച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നീയും ദൈവവുമായിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷൻസിൻ്റെ ഒരു സിറ്റുവേഷൻസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത്? 5:47 അതായത് സുവിശേഷത്തിലൊരു വാക്കുണ്ടേ, നിന്നെ അഭിവാദനം ചെയ്യുന്നവരെ മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി നീ എന്താണ് ചെയ്യുന്നത്? അപ്പം കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ കൂടുതലായി ദൈവതിരുസന്നിധിയിൽ എന്തോ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അധികാരം ഉണ്ടാകുന്നത്. ഇപ്പോൾ അജയ് തോമസ് ചോദിക്കണ ഇതാണ്, അവൻ കർത്താവുമായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാം. അമ്മയും മകനും കൂടി എന്നാൽ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ അവൻ്റെ ഒരു ഉടമ്പടിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കിണറ്റിൽ വെള്ളമില്ലാത്തതാണ്. കാര്യം നമുക്ക് നിങ്ങളെവിടെയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ആലപ്പുഴ ഈ തീരദേശത്തെ വെള്ളത്തിൽ വലിയ പ്രശ്നമില്ല. കുഴിച്ചാൽ വെള്ളം കിട്ടും, 6 അടി കുഴിച്ചാൽ വെള്ളം കിട്ടും. പക്ഷേ കിഴക്കോട്ട് ഈ വെമ്പനാട്ട് കായലിന് കിഴക്കോട്ട് ചെല്ലുന്തോറും കുഴിച്ചാൽ വെള്ളം കിട്ടത്തില്ല. ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കുമ്പോൾ 350 അടി താത്തിയിട്ട് വെള്ളം കിട്ടാത്തൊരു ചേടുത്തി പെമ്മക്കളെയും കൊണ്ട് നാട് വിട്ടു പോകാനും പറ്റണില്ല, അവിടെ താമസിക്കാനും പറ്റുന്നില്ല. നിലയം വിളിച്ച് മലകേറി വന്ന് ധ്യാനം കൂടേണ്ട സമയത്ത് ഒരു തിരിവെഞ്ചരിച്ച് കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ തിരി തീരുമ്പോൾ തന്നെ അവിടെ കിണർ കർത്താവ് വെള്ളം ഉയർത്തിക്കൊണ്ടുവന്ന് അന്ന് ധ്യാനിപ്പിക്കാൻ പോയതാണ് ശാന്തമ്പാറ. പക്ഷേ ഇത് അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ വെള്ളമില്ലാത്തത് ഒരു സീരിയസ് വിഷയമാണ്. ഇപ്പം ചില ആൾക്കാർ സ്ഥലം മേടിക്കും, പക്ഷേ കിണർ കുത്താൻ വേണ്ടി പല ആൾക്കാർ വെള്ളം നോക്കാൻ കൊണ്ടുവരും. പക്ഷേ അവർ വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവർ ഈ വടി പോലുള്ള വടിയൊക്കെ എടുത്ത് കറക്കി വെച്ചും അവർ തന്നെ തലകുത്തി മറിഞ്ഞ് ബാക്കിലോട്ട് പോകും. അവിടെ നിന്ന് വരും, തെക്കുന്ന് വരും, വടക്കുന്ന് വരും, വൈ പോലുള്ള വടിയും കറക്കി വന്നിട്ട് അവർ തന്നെ തലകുത്തി മറിഞ്ഞ് താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളമുണ്ട്. അയാൾ അഭ്യാസം കളിക്കണതാണ്. നമ്മുടെയൊക്കെ ഒന്ന് 250 രൂപ മേടിച്ചിട്ട് വണ്ടി വിടും അയാൾ, പിന്നെ അയാളെ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ അഭ്യാസക്കാരുണ്ട് വെള്ളം നോക്കാൻ തന്നെ. ഇങ്ങനെ ചില നമ്മൾ പെട്ടുപോകും. അപ്പം അങ്ങനെ വെള്ളം നോക്കിയിട്ട് നമ്മൾ കുഴിച്ച് ചെല്ലുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാകത്തില്ല. ഇതൊരു നിസ്സാര കാര്യമല്ല ശരിക്കും. അപ്പോൾ അജയ് വന്ന് വെച്ചും പറഞ്ഞു, അജയ് ഉടമ്പടി വെച്ചിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല എന്ന്, കിണറ്റിൽ വെള്ളമില്ലെന്ന്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നിധിയെല്ലാം അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ജ്ഞാനമെന്ന് പറയുന്നത് ഇവന് വെള്ളമുണ്ടാക്കാൻ എന്താണ് മാർഗം, അതിനിവരെന്താണ് ചെയ്യേണ്ടത്, അതാണ് ജ്ഞാനം. ക്രിസ്തുവുമായി നിങ്ങൾ ഐക്യപ്പെടുമ്പോൾ ഈ ജ്ഞാനം നമുക്ക് അപ്ലോഡ് ചെയ്ത് തിരിച്ചു തരും. വാട്ട് യു ഷുഡ് ഡു നൗ. നിനക്ക് വയസ്സിപ്പോൾ 32, നിനക്ക് ജോലി കിട്ടുമ്പോൾ 40, അപ്പോൾ പിന്നെ പെണ്ണ് കിട്ടാൻ സാധ്യതയില്ല. വാട്ട് ഷുഡ് യു നൗ. നീ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇത് അവന് മാത്രമല്ല, എല്ലാവർക്കും കർത്താവ് പകർന്നു കിട്ടും. എല്ലാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ നിനക്ക് അറിവ് തരുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. അതുപോലെ ഓരോ സ്പോട്ട് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് ഈ ജ്ഞാനം എല്ലാത്തും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എല്ലാം ദൈവത്തിന് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത്, അവരൊരു കമ്പനി നടത്തുകയാണ്. അതിപ്പം വലിയ കടവാണ്. കോവിഡ് വന്നപ്പോൾ ഓണർ മരിച്ചു. പക്ഷെ 15 ലക്ഷം രൂപ ആ കമ്പനിയിൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഷെയറുണ്ട്. ആ ഷെയർ മാനേജറിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ആ മാനേജർ ആ ഷെയർ, ഇവരുടെ ഷെയർ കൂടി വാങ്ങിച്ചുകൊണ്ടാണ് ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ കോവിഡ് വന്നപ്പോൾ കമ്പനി അടച്ച് മാനേജരും ടെൻഷൻ കൊണ്ട് ഈ കടം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ ഈ മാനേജരും മരിച്ച് പിന്നെ എന്താ അവർക്ക് സംഭവിച്ചത്? അവരുടെ കാശും പോയി. എന്തു ചെയ്യും? അപ്പോൾ ഇവിടെയും ജ്ഞാനമാണ് വർക്ക് ചെയ്യണത്. അവരൊന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അത് സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ജ്ഞാനമില്ല, ഇവരെങ്ങനെ രക്ഷപ്പെടും. നമ്മൾ വാവിളിച്ച് പോകും, ഇവരെങ്ങനെ രക്ഷപ്പെടാണ്. ഇവരുടെ കാശ് 10 ലക്ഷം രൂപ മാനേജറിൻ്റെ അടുത്ത് പോയാൽ അതിന് കണക്കുമില്ല. ആ കമ്പനി പൂട്ടിക്കിടക്കുകയാണ്. ഇനി ഇപ്പോൾ കോവിഡ് കാലത്ത് ഇവർക്ക് അതിനിടക്ക് ഇതും വന്നു, ഒമിക്രോണും വന്ന് പോരെ, കാശ പോയി, പിന്നെ ഒമിക്രോണും വന്ന്, കോവിഡ് വന്ന്, മാനേജർ മരിച്ച്. ഈ ആളെങ്ങനെ രക്ഷപ്പെടാനാണ്? പക്ഷേ ഇതിനും എന്താണ്? ജ്ഞാനത്തിൻ്റെയും
ഇവരെങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ഇവർ രക്ഷപ്പെടാനുള്ള ഒരു ഫോർമുല ദൈവത്തിനുണ്ടാകുമല്ലോ. എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള ഫോർമുല ദൈവത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് കുരിശ്. കാര്യം ലോകം മുഴുവനും പാപത്തിൽ അകപ്പെട്ടു പോയാലും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ കയ്യിൽ ഫോർമുല ഉണ്ട്. അതാണ് കുരിശെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് എൻറ്റയർ ഗ്ലോബ് യൂണിവേഴ്സലായിട്ടാണ് അങ്ങനെ ഒരു ഫോർമുല സൊല്യൂഷൻ ഉണ്ടെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രം നീ രക്ഷപ്പെടാൻ, നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ, നിൻ്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് ജ്ഞാനമുണ്ട്. അതാണ് കൊളോസ്യസ് 3:2-3 ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണ് അവൻ ഒളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇത് യു മസ്റ്റ് ഡിഗ് ഇറ്റ്. അതായത് വെറുതെ ചെന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അലമാരി ഇരിക്കണം എന്നല്ല പറയണത്, ഒളിഞ്ഞു കിടക്കണം എന്നാണ് പറയണത്. അപ്പം നമ്മൾ പ്രാർത്ഥന കൊണ്ടും കമ്മിറ്റ്മെൻറ്റ് കൊണ്ടും നമ്മളിത്, ഈ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞ അമ്മയെടുത്ത് ഇതിനൊക്കെ വഴിയുണ്ട്, അമ്മ ഈശോയോട് ചോദിച്ച് എന്നെ സഹായിക്കണം, എനിക്കാരുമില്ല ഇത് പറഞ്ഞു തരാനും തിരക്കാനും ഒക്കെ. ഇതാണ് ഡയലോഗ് എന്ന് പറയണത്. അത് തന്നെയാണ് ഈ അജി തോമസും ചെയ്തത്. എനിക്ക് വയസ്സ് 32, ഞാൻ പുറത്തിറക്കുമ്പോൾ 40 വയസ്സ്. അപ്പം എനിക്ക് പെണ്ണ് കെട്ടുമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. നീ അത് തീരുമാനിക്കണം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തോട് ഡയലോഗ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ഇവരെങ്ങനെ ഒപ്പിച്ചെന്ന് നമ്മൾ അറിയണം. അധികാരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആത്മബന്ധം കുറച്ച് കഴിയുമ്പോൾ അധികാരമായിട്ട് മാറും. ആത്മബന്ധമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വിശ്വാസത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ഒരു അവിശ്വാസമായിരിക്കും ഉണ്ടാകുന്നത്, പിന്നെ വിശ്വാസം, പിന്നെ അതിജീവിത വിശ്വാസമുണ്ട്. സാധാരണ ക്ലേശങ്ങൾ അതിജീവിക്കുന്ന, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു 1 Pത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതായത് ഒരു പരീക്ഷയെ നമ്മുടെ വിശ്വാസം അതിജീവിച്ചാൽ അതിന് പിന്നെ അതിൻ്റെ മൂല്യം കൂടും. അതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയുന്നത്. ഒരു പരീക്ഷയെ നമ്മൾ അതിജീവിച്ചെന്ന് വിചാരിച്ചോ, പലതരത്തിലുള്ള പരീക്ഷകൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പുണ്യമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമുക്ക് രോഗങ്ങൾ, നല്ല നിർണായകമായ സമയത്ത് നമുക്ക് രോഗങ്ങൾ വരും. ചിലർക്ക് ചില പരീക്ഷ എഴുതാൻ പറ്റാതെ വരും. ചിലർക്ക് ചില കല്യാണം തന്നെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് കല്യാണം വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ച് ഒരുങ്ങി മനസ്സമ്മതം നടത്തി എല്ലാവരും അറിയിച്ചിട്ട് ഇപ്പോൾ കല്യാണം വിട്ടുപോയാൽ പിന്നെ അവർ പ്രാർത്ഥിക്കത്തില്ല. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കപ്പിനും ചുണ്ടിനും വന്ന കല്യാണം വിട്ടുപോയില്ല, ഇനി എന്നായി, അത് ദൈവത്തിന് വിളിക്കാനാണ്, ഞാൻ നിർത്തിയെന്ന് പറയും. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരീക്ഷ ഉൾപ്പെട്ടെങ്കിലും നീ പിന്നെ അതിനെ അതിജീവിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചാൽ നിൻ്റെ വിശ്വാസത്തിന് മൂല്യം ഉണ്ടാകും. അതിജീവിത വിശ്വാസം. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്തെങ്കിലും നമ്മൾക്ക് അർഹമായ കാര്യങ്ങൾ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ അത് അർഹമായ കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. നമുക്ക് അർഹമായത് കിട്ടാതിരിക്കുകയും അനർഹർക്ക് അത് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ടാകും. അപ്പോൾ വിഷമമുണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷെ അത് പ്രാർത്ഥനയെ ബാധിക്കുന്നില്ല എങ്കിൽ നിൻ്റെ വിശ്വാസം അതിജീവിച്ച വിശ്വാസമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്ക് അർഹമായത് കിട്ടിയില്ല, അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടി. അത് സ്വാഭാവികമായിട്ട് നടക്കണം, ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നിൻ്റെ പ്രാർത്ഥനയെ ബാധിച്ചിട്ടില്ലെങ്കിൽ എന്നാത്തിന് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിച്ചിട്ട് ഇതില്ല, പിന്നെ ലോകത്ത് പ്രാർത്ഥിക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടത്. എൻ്റെ അവസ്ഥ ഇത് തന്നെ കണ്ടില്ല, എനിക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കുന്ന ആളാണ്. പക്ഷേ എന്നാ പറ്റി, ഇപ്പം നമുക്ക് ഭാവി ചെന്നേരം പാതാടാണെന്ന് പറഞ്ഞാൽ പട്ടി എന്ന സ്ഥലത്ത് പടിവാതിൽ തുറക്കണമെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. നാട്ടുകാരുടെ കുറേ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഇവർക്കിട്ടൊന്ന് കർത്താവ് തോണ്ടിയാൽ മതി, അപ്പോൾ വായിന്ന് പഴമൊഴി തന്നെ കാണാം, ഭാവി ചെന്നേരം പാതാളം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിനെ ആക്കിക്കളയും. ഇവിടെയാണ് വിഷയം വരുന്നത്. ചില ആൾക്കാർ മിണ്ടത്തില്ല. കർത്താവ് ഇതിനേക്കാളും ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അവരുടനെ അതിൽ വിശ്വാസം പ്രഖ്യാപിക്കും. അതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയണത്. അതായത് ഇഷ്യൂസ് വന്നു, നമുക്ക് ന്യായമായി കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല, പക്ഷേ ഒരു പ്രാർത്ഥനയില്ലാത്ത ആൾക്കാർക്ക് അത് കിട്ടുകയും ചെയ്തു, നമ്മളത് കാണുകയും ചെയ്താണ്. അവരുടെ പത്രാസ് നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കുലുക്കവും ഇല്ല. നമ്മളെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ ആ വിശ്വാസത്തിന് മൂല്യം ഉണ്ടാവും.
ഈ മൂല്യം ഉള്ള വിശ്വാസം കൂടുന്നതനുസരിച്ചുകൊണ്ട് ആധികാരികത വളരും. ആധികാരികത എന്ന് പറയണത് ഇപ്പോൾ ഇവർ തന്നെ ഒരു അജയ് തോമസ് എന്താ ചെയ്യുന്നത്, കർത്താവിനോട് സംസാരിക്കുകയാണ്. 32 വയസ്സായല്ലോ, ഇനി 40 വയസ്സിലാണ് ഞാൻ പാസ് ഔട്ട് ആകണമെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടുമോ, എനിക്ക് ജോലി അപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര കാലം കൂടി ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ നീ നിൻ്റെ സൃഷ്ടാവുമായിട്ട് നീ ഷെയർ ചെയ്യേ. അത് ഷെയർ ചെയ്യണത്, ഇവനത് ഷെയർ ചെയ്താൽ ദൈവം കേൾക്കും. എന്താ കാര്യത്തിൽ ഇവൻ റിലേഷൻസ് ഉണ്ട്. അതാണ് വിഷയം. ഉടമ്പടി എന്ന് പറയണത് റിലേഷൻ ഇല്ലാത്തവർക്ക് റിലേഷൻ ഉണ്ടാക്കുകയും ഉള്ള റിലേഷൻ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യണതിനാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ പ്രേരണ പ്രശ്നം അതാണ്. റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ ഇതോടുകൂടി റിലേഷനിലാകും ദൈവവുമായിട്ട്. റിലേഷൻ ഉള്ളവരുടെ റിലേഷൻ ബൂസ്റ്റ് ചെയ്യപ്പെടും. അതാണ് അജയ് ചെയ്തിരിക്കുന്നത്. അവന് പെട്ടെന്ന് കർത്താവ് അവന് നമുക്ക് കൊളോസ്യസ് 2:3 അനുസരിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും നിധി അവനല്ലേ ഒളിഞ്ഞു കിടക്കുന്നത്. ഇവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ടല്ല. കർത്താവിനോട് പറഞ്ഞ് നീ ജർമ്മൻ ടെസ്റ്റ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു, B2 ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞുതരാം, അവൻ ഇപ്പോൾ എനിക്ക് 2 മാസത്തിൽ ഈ വർഷത്തിലാണ് 2 വർഷത്തിനുള്ളിൽ ജോലി സെറ്റാകും. ജർമ്മനി എനിക്ക് ജോലി ശേഷം. അപ്പോൾ 6 വർഷം എൻ്റെ ഇത് കുറഞ്ഞ്, 6 അല്ല 8 വർഷം കുറഞ്ഞ്. എന്നിട്ട് അജയ് എങ്ങോട്ടാണ് പോണത് ഇത് പറഞ്ഞുകൊണ്ട്? ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ 40 വയസ്സ് കർത്താവ് 34 ചുരുക്കി തന്നു. ഇതാണ് അത് പറയാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും പറയണത്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയവും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവം സംസാരിക്കുന്നത്. അല്ല ഇതൊക്കെ ആനുഷംഗികമായിട്ട് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതെന്നല്ല പറയണത്. ഇതെല്ലാം ബോധമുണ്ട് അവന്. കാര്യം ഇതെല്ലാം ക്രിസ്തു എന്ന് പറയുന്നൊരു ബോധത്തിൽ നിന്നുകൊണ്ടാണ്, ആക്സസിൽ നിന്നുകൊണ്ടാണ് വിഷയങ്ങളെ അവൻ സമീപിക്കുന്നത്. ഇതൊരു വിശ്വാസി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അമ്മയും മകനും കൂടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇത് 7 നിങ്ങളെ മുറിയിൽ നിന്നുകൊണ്ട് കിണറ്റി വെള്ളമില്ലാത്തതിന് മുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കിണറ്റിപ്പോയി നിന്നുകൊണ്ട് അതിൻ്റെ ചുറ്റും ജെറീക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. ഉടനെ അമ്മയും മകനും കൂടി ജെറീക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. വെള്ളമില്ലാത്ത 400 അടി താഴ്ചയുള്ള കിണറാണ്. അതിൻ്റെ ചുറ്റും പോയെന്നുകൊണ്ട് ഇവർ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയാണ്. ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലി അങ്ങനെ വീണ്ടും വന്ന് ഇവർ പിറ്റേ ദിവസം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. പിന്നെ അവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണത്. പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീരും, നന്നായിട്ട് സമാധാനം എടുത്ത് ചെല്ലാൻ പറ്റും. അപ്പം അതുകൊണ്ട് അമ്മയമ്മനും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന തന്നെയായാലും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉടമ്പടി പോലും വന്നിരിക്കുന്നത്. ഉടമ്പടി ഇത്രയും അനുഗ്രഹങ്ങൾ ആൾക്കാരെ കിട്ടാൻ കാരണം പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടികളാണ്. അപ്പോൾ ഉടമ്പടിയിൽ നീ വെച്ചിരിക്കുന്ന ഉടമ്പടിയിൽ നിനക്ക് ഹെവി ഡ്യൂട്ടിയുള്ള അനുഭവങ്ങൾ കിട്ടേണ്ടത് നമ്മുടെ മാത്രം കാര്യമല്ല, ദൈവത്തിൻ്റെ കൂടി കാര്യമാണ്. എന്താണ്? അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാനും സഭ അത് പഠിക്കാനും ഈ സാക്ഷ്യമാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ഉടമ്പടി വഴി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അജയ് എന്ത് വെച്ചാൽ അജയ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താ ചെയ്യണത്? അമ്മയും മകനും കൂടി എല്ലാ ദിവസവും കിണറിൻ്റെ ചുറ്റും പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇത് എവിടുന്ന് പറഞ്ഞു കൊടുത്തു? ആര് പറഞ്ഞു കൊടുത്തു? ജോസഫച്ച പറഞ്ഞു കൊടുത്താൽ? ഞാനവനെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ ഇവിടുത്തെ കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുത്താൽ? ഇല്ല. കൗൺസിലേഴ്സ് കോമൺ തിങ്സേ പറയത്തുള്ളൂ. പർട്ടിക്കുലർ തിങ്സ് എങ്ങനെ വരുന്നതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതാണ് കൊളോസ്യസ് 2:3. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവന് നിക്ഷിപ്തമായിരിക്കുന്നു. ഈ ജ്ഞാനമാണ് ഇവന് കൈമാറി കൊടുത്തിട്ട് പറയുന്നത്, നീ ഇത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? കിണറ്റിന് ചുറ്റും പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക. കിണറ്റിന് ചുറ്റും 1-ാം ദിവസം ചൊല്ലി, 2-ാം ദിവസം ചൊല്ലി, 3-ാം ദിവസം ചൊല്ലി. അജയ് പറയുകയാണ്, 7-ാമത്തെ ദിവസം 7-ാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ വിസ്ഫോടനം ഉണ്ടായെന്നാണ്. ഒക്കെ പറയണേ കേൾക്കാൻ രസമാണ്. ഈ അഭ്യസ്ത വിദ്യനെ എന്ത് മനോഹരമായിട്ടാണ് ദൈവത്തിനെ പ്രഘോഷിക്കുന്നത്. അതായത് ആകാശ വിസ്ഫോടനം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇടിവെച്ചുകൊണ്ട് മഴയാണ്. പിന്നെ അവൻ പറയണത്, ഞങ്ങളുടെ കിണർ പിന്നെ ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ലെന്നാണ്. അതിലെ എല്ലാത്തിൻ്റെയും ഒരു നോഹൗ, എല്ലാത്തിൻ്റെയും നോഹൗ ഇത് ജ്ഞാനസൂത്രങ്ങളാണ്. ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നിൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടാം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവിടെ
മുന്നാധാരം ഇല്ല. അവർക്ക് ഭാഗ ഉടമ്പടി ചെയ്യണം, പക്ഷേ മുന്നാധാരം വേണം. അപ്പോൾ നിങ്ങൾക്ക് മുന്നാധാരം ഇല്ലെങ്കിൽ വലിയ കഥയാണോ ഇത്? വലിയ കഥയൊന്നുമില്ലല്ലോ. ആൾക്കാർ മുന്നാധാരമൊക്കെ ഈ ആധാരം ഇപ്പം നിലവിലിരിക്കുന്ന ആധാരം ആർക്കെങ്കിലും 5 സെൻറ്റ് കൊടുത്ത് അതിനാധാരം നമ്മുടെ നാട്ടിൽ തന്നെ ഷെയറായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്ത് അതിനൊരു ആധാരം ഉണ്ടാക്കിയെടുത്തൊക്കെ ആൾക്കാർ പല പരിപാടിയൊക്കെ ചെയ്യും. പരിപാടിയുടെ ബന്ധം ഉണ്ടെങ്കിൽ പല പരിപാടിയും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ചിലപ്പോൾ ഗവൺമെൻറ് ചില സമയത്ത് വൃത്തിമെനയുള്ള പൊക്കോരവും ചെല്ലുമ്പോൾ ഇതെല്ലാം പിടുത്തം പിടിക്കും. അതല്ല സംഭവം. ഇതൊന്നും അല്ല ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് 10-75 കൊല്ലമായിട്ട് പൊക്കോര് ചെയ്യാത്ത സ്ഥലമാണ്. അത് ഭാഗ ഉടമ്പടി ചെയ്യാത്ത സ്ഥലമാണ്. ഓരോ ആൾക്കാർക്ക് അവരവരുടെ അത് ഭാഗം വെച്ച് കൊടുക്കണ്ടേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നാധാരം വേണം. അത് 75 കൊല്ലം മുമ്പുള്ള മുന്നാധാരമാണ്. അത് കാണാനില്ല. പല വീട്ടുകാരൊക്കെ ഇല്ല, തറവാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ പോകുമ്പോൾ മാറി മാറി താമസിക്കുമ്പോൾ ഓരോ അണ്ണന്മാരുടെ കയ്യിലാകും. ആ അണ്ണന്മാരെ മരിച്ചു പോകുമ്പോൾ അവരുടെ ജീവിത പങ്കാളികൾ വേറെ വല്ല നാട്ടിൽ നിന്ന് കെട്ടി വന്നായിരിക്കും. അവർക്ക് മുന്നാധാരം എന്താണ് പിന്നാധാരം എന്താണെന്നൊക്കെ അവർക്കൊരു പിടി കിട്ടും. ചിലപ്പോൾ ഇലിയും കുറണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കേസ് കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഗോടമ്പടി നടക്കാത്ത കാരണം ആ തറവാട്ടിൽ താമസിക്കുന്നവർക്ക് വീട് വിൽക്കാനോ വീട് വെക്കാനോ ലോൺ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. വെറുതെ ഉറഞ്ഞ തറവാട്ടിൽ മുടിഞ്ഞ ജീവിതമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അമ്മയെടുത്ത് കൊണ്ട് അമ്മയെ തറവാട്ടിൽ ഭാഗോടമ്പടി ചെയ്യാൻ പറ്റണില്ല, മുന്നാധാരം ഇല്ലാത്ത കൊണ്ടൊന്നും നടക്കണമല്ലേ. അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് മുന്നാധാരം തിരക്കനായിട്ട് കേട്ടിട്ട് ഇന്നുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് ഒറ്റ ആഴ്ചക്കുള്ളിൽ മുന്നാധാരം കിട്ടി. അത് സാക്ഷ്യമാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഉടമ്പടി വെച്ച് അത് 75 കൊല്ലം കാണാത്ത മുന്നാധാരം ഒറ്റ ആഴ്ചക്കുള്ളിൽ കിട്ടുകയും അടുത്ത ആഴ്ച ഈ സംഭവം പോക്കുവരവ് ചെയ്ത് മാറ്റുകയും ഇത്രയും സ്പീഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയെല്ലാം അവനിലുണ്ട്. പക്ഷേ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? അവൻ്റെ ഈ ജ്ഞാനം അല്ലെങ്കിൽ അവൻ്റെ ഈ അറിവ്, വിലപ്പെട്ട അറിവ്, ഇത് നിനക്ക് കൈമാറിത്തരാൻ ചിലപ്പോൾ നിന്നേക്കാൾ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നത് ആ കുടുംബത്തിൽ വേറെ ആൾക്കാർ മരിച്ചുപോയി കാണും. അവർക്ക് കൊടുക്കാത്ത സാധനം നിനക്കെങ്ങനെ തരും? ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ മനസ്സിലാക്കില്ലേ? ഈ 75 കൊല്ലമായിട്ട് കിട്ടാത്ത മുന്നാധാരമാണ്. അത് ഇപ്പോഴും വന്നിരിക്കുന്ന അവിടെ കെട്ടി കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന ചേട്ടത്തി അവിടെ താമസിക്കുമ്പോൾ ഉറഞ്ഞ വീടാണ്. അതിനകത്ത് നിലവിൽ പാമ്പും പഴുതാരയും എല്ലാം കയറിയിട്ട് അവർ അനങ്ങാനും പാടില്ല. ഇതിന് ഭാഗോടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നാധാരം വേണം. അപ്പോഴേ ഇപ്പം വന്നിരിക്കുന്ന ആളിനെ അവിടെ ജീവിച്ച് താമസിച്ചിട്ട് എത്രയോ മനുഷ്യരോട് ജീവിച്ച് താമസിച്ചു അവർക്ക് കൊടുക്കാത്ത മുന്നാധാരം ഈ ചേട്ടത്തിക്ക് കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? കിട്ടാൻ നിർബന്ധമില്ല. കിട്ടാനുള്ള കാരണം എന്താണ്? അമ്മ അത് വിഷയം ടേക്കപ്പ് ചെയ്യണതുകൊണ്ടാണ്. ഉടമ്പടിയിൽ നിൽക്കണം, മധ്യസ്ഥ നിൽക്കണം ആരാണ്? അമ്മയാണ്. അമ്മ ഈ വിഷയത്തിൽ ടേക്കപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധേന ആ മുന്നാധാരം ഇവിടെ മുന്നിലേക്ക് അമ്മ എത്തിക്കും. പക്ഷേ ഇത്രയും വലിയൊരു സംഭവമാണ് ഉടമ്പടി എന്നുള്ളത് ബോധം വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ ഉടമ്പടി ധ്യാനം അപ്ഡേഷൻ ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടി ഷെയർ ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളെ സുവിശേഷ വിഹിതമായി വിശ്ലേഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കീറാമുട്ടിയായിട്ട് കിടക്കുന്ന അവസ്ഥകളെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് വെളിപാട് പോലെ ഇതിൻ്റെ നിന്ന് കിട്ടും. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രോഗശാന്തി, അങ്ങനെ പല കാര്യങ്ങളും ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം ആൾക്കാരിലേക്ക് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്? വെള്ളം, ജോലി. എനിക്ക് രസമുള്ളത് പറഞ്ഞത് അവരുടെ അമ്മ ഒരു രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ അജയ് എന്ന് പറയുന്ന ആളിന് തോളിലൊരു മുഴ, അങ്ങനെ ഷവ് പോലെ ഇങ്ങനെ അപ്പോൾ ഉടുപ്പിടുമ്പോൾ ഷർട്ടിടുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഇവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധം എന്താണ്? ഉടമ്പടി തൈലമെടുത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കാര്യമുണ്ട്. പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് സംഭവം കാണുന്നത്. ഒന്നെങ്കിൽ അമ്മ ഇവിടെ പുറകിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഇവ മുമ്പിലാണ് നിന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക്. അവൻ ചെറുപ്പക്കാരൻ, സാധാരണ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ മാറി സൈഡിലോട്ട് പോകുന്നതാണ്.
വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവ മുമ്പേ നിൽക്കുന്നു, അമ്മ പുറകെ നിൽക്കുന്നു. അമ്മ മുമ്പ് നിൽക്കുമ്പോൾ അമ്മയോട് കർത്താവ് പറഞ്ഞ്, ഇവൻ്റെ മുറിവില്ലേ, ഇവൻ്റെ ഈ മുഴയില്ലേ, അത് ഒരിടത്തും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്തിട്ട് അവൻ്റെ ആ മുഴയിലൊന്ന് തൊടാൻ പറഞ്ഞ് കുരിശിടും. അജയുടെ സാക്ഷ്യം പറയുന്നതിൽ അമ്മ ആ മുഴയിൽ കുരിശിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീ കത്തി ഇറങ്ങുന്നത് പോലൊരു ഫീലാണ്. ഞാൻ നോക്കുമ്പോൾ തപ്പി നോക്കുമ്പോൾ മുഴയിൽ അവിടെ മുഴയില്ലെന്ന്. ഇത്രയും സ്പീഡാണ് വിഷയം, ഓരോ വിഷയങ്ങൾ. പക്ഷേ നമുക്ക് മനസ്സിലാകണത് എല്ലാത്തിനും, മുഴകളായാലും ശരി, പാകോടമ്പടി ആയാലും ശരി, കിണറ്റിലെ വെള്ളമായാലും ശരി, ഉടമ്പടിയിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്സ് ഇത് നിന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവവുമായിട്ട് നിനക്ക് ഒരു റിലേഷൻസ് ഉണ്ടാകണം. അതാണ് ഞാൻ അവരെ ഉക്രൈൻകാരെ പറഞ്ഞത്. അവർ മരണത്തെ മുഖത്തോട് മുഖം കാണുമ്പോഴും വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അവരാ സമയം. അപ്പം അത് ചില ഈ സമയത്താണ് വലിയ വില നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം, വ്യക്തിയുടെ മൂല്യം വർദ്ധിക്കും. വ്യക്തിയുടെ മൂല്യം എവിടെ വർദ്ധിക്കും? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ വചനാധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ മാർത്ത കർത്താവിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പലതരം കറി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും കൗണ്ട് ചെയ്യണില്ല കർത്താവ്. ഇതൊക്കെ ആവശ്യമുള്ളതായിട്ട് പറയണില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിന് കൂടി അത് ആവശ്യമുള്ളതായിട്ട് തോന്നണം. അതുകൊണ്ടാണ് 10:42 ലൂക്കാസ് സുവിശേഷം പറയണത്, മാർത്ത നീ വലിയ പല കാര്യങ്ങളെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലയാണ്, ആവശ്യമുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളെന്ന്. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വചനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക, വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുക. ക്രിസ്തുവിനെ ഒരു നിധിയായിട്ട് കണ്ടില്ലെങ്കിൽ വേറെ പലതിനെയും നമ്മൾ നിധിയായിട്ട് കാണേണ്ടി വരും. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? കൊളോസ്യസ് 2:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു നിധിയാണ്. ഇപ്പം നമ്മൾ 2:3 എന്താ പറയണത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്തു നിധിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ വേറെ പലതും നിധിയാണെന്ന് നമുക്ക് തോന്നേണ്ടി വരും. ക്രിസ്തു നിധിയാണെന്ന് നമുക്ക് തോന്നണം. അതാണ് നമുക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. ക്രിസ്തു നിധിയാണെന്നുള്ളത് ഒരു ബോധ്യമാണ്. അതാണ് സ്വത്തെന്നാണ് കൊളോസ്യസ് 2:2 പറയണത്. അപ്പം നമ്മൾ ധനവാനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു നിധിയായിട്ട് ആർക്ക് തോന്നുന്നു അവനാണ് ധനവാൻ. ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എപ്പോഴാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനുള്ളതാണെന്ന് പറഞ്ഞല്ലേ? ഉന്നതമാണ്. നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. നല്ല വില കിട്ടുന്ന വിശ്വാസത്തിന് നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. യുക്രൈൻകാർ അതാണ് ചെയ്തത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് അവർ പള്ളിയിൽ ചെന്ന് കുമ്പസാരക്കൂട്ടി മുട്ടുകുത്തി നിൽക്കുന്നത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് നിലവറയിൽ ഓർഡർ ചെയ്യണം പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ. അല്ലാതെ ലഞ്ച് കൊണ്ടുവരാനല്ല ഓർഡർ ചെയ്യണത്, പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുക. അപ്പോൾ ഫെയ്ത്ത് നല്ല അത് പ്രഖ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഫെയ്ത്ത് അവർ സെയിൽ ചെയ്യാണ്, ഫെയ്ത്ത് അവർ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ നടക്കുന്നത്. ഫെയ്ത്ത് കൊടുക്കുക, വിൽക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫെയ്ത്ത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂല്യം വർദ്ധിക്കും. നമ്മുടെ മൂല്യം വർദ്ധിച്ചിട്ട് നമുക്ക് അധികാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിജീവിത വിശ്വാസത്തിൽ നിന്ന് അധികാരം ഉണ്ടാകും ദൈവത്തോട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ പോലെയായിരിക്കും. ഇപ്പം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗഖ്യം, അധികാരം വെച്ച് കഴിഞ്ഞ് നിങ്ങളൊക്കെ വിശ്വാസ അധികാരം പ്രാപിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കണ പോലെ തോന്നും. നിങ്ങൾക്ക്
നിങ്ങളുടെ കയ്യിലുള്ള പോലെ, എൻ്റെ കർത്താവിൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ ആശയപരമായിട്ട് പറയാമെങ്കിലും അനുഭവത്തിൽ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അധികാരം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുള്ള പോലെ, ഈശോയുടെ കയ്യിൽ ഈശോ എനിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നോളൂ. അപ്പോൾ നമുക്ക് അങ്കലാപ്പില്ലാതെ പോകും. അങ്കലാപ്പ് അങ്ങനെ അധികാരം പ്രാപിക്കുമ്പോൾ, വിശ്വാസ അധികാരം പ്രാപിക്കുമ്പോൾ അങ്കലാപ്പ് കുറഞ്ഞു വരും.